കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോഴാവട്ടെ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാവട്ടെ, അവരുടെ വാക്കുകൾ, അവരുടെ ചേഷ്ട, അവരുടെ മുഖഭാവം അത് നോക്കിയാൽ എന്തോ ഒരു തകരാറില്ലേ എന്ന് തോന്നുന്നു. പഴയ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ കുതിരവട്ടം പപ്പു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു മുഖഭാവം. മാതൃഭൂമിയും മനോരമയും എത്ര തന്നെ പരിശ്രമിച്ചാലും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു വിധി പുറത്തു വന്നു. അതെന്താണ്? ബഹുമാന്യരായ കോൺഗ്രസിന്റെ 2 നേതാക്കന്മാർ ഈ ഗവൺമെന്റിനെതിരെ കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്ന ഒരു കേസ് കൂടി തള്ളി. അഴിമതിയായിരുന്നു ആരോപണം. AI ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി, അതാണ് ആരോപിച്ചത്. ആ പരാതിയുമായിട്ട് വന്നപ്പോ തന്നെ കോടതി മുമ്പ് ഒരു കമന്റ് നടത്തി. എന്തായിരുന്നു ആ കമന്റ്? പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജിയാണ്, പൊതു താൽപര്യ ഹർജിയാണ്. അപ്പൊ ആ ഹർജി ഇങ്ങനെ നോക്കിയിട്ട് കോടതി ചോദിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടു എന്ന് പറഞ്ഞാൽ ചെവിട്ടത്തൊരു നല്ല അടി കിട്ടി എന്നാണ്. ഇപ്പൊ ഫോൺ സംഭാഷണങ്ങളുടെ കാലാണ്, ചോരുന്ന കാലമാണ്. പഠിക്കണ്ട, വേറൊന്നുമില്ല. അപ്പൊ ഈ സംഭാഷണത്തിൽ എന്താണ് പറയുന്നത്? ഈ സംഭാഷണത്തിൽ അദ്ദേഹം തന്റെ ഉറ്റ അനുയായിയായ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിനോട് സംസാരിക്കുന്നതാണ്. ആ സംസാരം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിലും LDF തന്നെ ജയിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. LDF തന്നെ ജയിക്കും. കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം ഒരു വിശേഷണം നടത്തുന്നുണ്ടാ ടെലിഫോൺ സംഭാഷണത്തിൽ. കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എടുക്കാച്ചരക്കായി തീരും. ആരാ പറയുന്നത്? DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റിനോടോ മറ്റോ ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാണ്, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ വരും, 3ാം വട്ടവും ഇവര് തന്നെ വരും. ഒരു നവകേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ പ്രതിഫലനമായിരുന്നു. മഹാമാരികൾ തുടർച്ചയായി വേട്ടയാടിയപ്പോ ഈ നാടിനെ ലോകത്തിന്റെ മുന്നിൽ അഭിമാനകരമായി സംരക്ഷിച്ച ഒരു ഗവൺമെന്റിനോടുള്ള നന്ദി പ്രകടനമായിരുന്നു അത്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ എന്തു തന്നെയായാലും ആ വിധിയെഴുത്തിനെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ഇനിയും എത്തിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, നിങ്ങളത് മനസ്സിൽ കണ്ടാൽ മതി. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോഴാവട്ടെ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാവട്ടെ, അവരുടെ വാക്കുകൾ, അവരുടെ ചേഷ്ട, അവരുടെ മുഖഭാവം അത് നോക്കിയാൽ എന്തോ ഒരു തകരാറില്ലേ എന്ന് തോന്നുന്നു. പഴയ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ കുതിരവട്ടം പപ്പു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു മുഖഭാവം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവവും ചേട്ടയും കണ്ടാൽ എന്തോ ഒരു തകരാറുണ്ട്. ശരിയാണെന്താണ്? 2021 പൊതു തെരഞ്ഞെടുപ്പിന്റെ വിധി ഇനിയും അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ പക്വത ആയിട്ടില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അനുഭവം ചരിത്രത്തിലില്ല. ഏതനുഭവം? 10 കൊല്ലത്തിലധികമായി കേന്ദ്രത്തിൽ അധികാരമില്ല. 2014 ശേഷം കേന്ദ്രത്തിൽ അധികാരമില്ല. 10 കൊല്ലം കഴിഞ്ഞു. ഏതാണ്ട് 10 കൊല്ലമായി കേരളത്തിലും അധികാരമില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടി ഒരു ദശാബ്ദം കേരളത്തിലും കേന്ദ്രത്തിലും അധികാരമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടേയില്ല. ഇതാദ്യത്തെ അനുഭവം. അധികാരമില്ലാതെ അരനിമിഷം ജീവിക്കാൻ കഴിയാത്ത സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. എല്ലാവർക്കും അറിയാം. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ചരിത്രം ആവർത്തിച്ചാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നത്. അതിന്റെ എല്ലാ അസ്വസ്ഥതകളും വിഭ്രാന്തികളും കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രകടമായിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് കടന്നു പോകുന്നത്. പറഞ്ഞു വന്നത്, ഇത്തരമൊരു മാനസികാവസ്ഥയിലാണ് കേരളത്തിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നു. അതിന്റെ ഭാഗമായിട്ടോ സമചിത്തതയോടെ സാഹചര്യങ്ങൾ വിലയിരുത്തി നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? തൊടുന്നതല്ല അബദ്ധമായിട്ടുമാണ്. അതാണ് പോകുന്നുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമിയും മനോരമയും എത്ര തന്നെ പരിശ്രമിച്ചാലും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു വിധി പുറത്തു വന്നു. അതെന്താണ്?
ബഹുമാന്യരായ കോൺഗ്രസിന്റെ 2 നേതാക്കന്മാർ ഈ ഗവൺമെന്റിനെതിരെ കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്ന ഒരു കേസ് കൂടി തള്ളി. അഴിമതിയായിരുന്നു ആരോപണം. AI ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി, അതാണ് ആരോപിച്ചത്. ആ പരാതിയുമായിട്ട് വന്നപ്പോ തന്നെ കോടതി മുമ്പ് ഒരു കമന്റ് നടത്തി. എന്തായിരുന്നു കമന്റ്? പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജിയാണ്, പൊതു താല്പര്യ ഹർജിയാണ്. അപ്പൊ ഹർജി ഇങ്ങനെ നോക്കിയിട്ട് കോടതി ചോദിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടു എന്ന് പറഞ്ഞാൽ ചെവിട്ടത്തൊരു നല്ല അടി കിട്ടി എന്നാണ് അർത്ഥം. കോടതി വന്നിട്ട് ആളെ അടിക്കൊന്നുമില്ല, ഇങ്ങനെ ചില കാര്യം പറയേ ഉള്ളൂ. ഇത് ഇമാതിരി ഒരു പ്രഹരം കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസിന്റെ നേതാവാണ് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്. അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ മര്യാദ അദ്ദേഹത്തിനുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം ക്ഷമാപണം നടത്തണം. ഇതിന് ഒരു കൊല്ലം കേരളത്തിലെ റോഡിൽ എത്ര മനുഷ്യരാണ് മരിച്ചു പോകുന്നത്? ഈ അങ്കമാലിയില് ജീവിക്കുന്നവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഈ റോഡിൽ എത്ര ജീവനുകൾ പൊലിയുന്നു. വാഹനാപകടങ്ങളുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ്. അതിന്റെ കാരണം എന്താണ്? കേരളത്തിൽ നല്ല റോഡുകളുണ്ട്. നല്ല റോഡുകളിലാണ് കൂടുതൽ അപകടം, മോശം റോഡിലല്ല. എന്തുകൊണ്ട്? നല്ല റോഡാകുമ്പോൾ വാഹനങ്ങൾ സ്വാഭാവികമായും വേഗത കൂടും. ചിലപ്പോൾ അത് അമിത വേഗതയിലെത്തും. അമിത വേഗത അപകടത്തിന് കാരണമായിട്ട് മാറും. മഹായുദ്ധങ്ങളിൽ മരിച്ച മനുഷ്യരുടെ എണ്ണത്തിന് തുല്യമാണ് റോഡപകടങ്ങളിൽ മരിച്ച മനുഷ്യരുടെ എണ്ണം പല രാജ്യങ്ങളിലും. ആയിരക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിൽ മരിക്കുന്നത്. മരിക്കുന്നതിൽ നല്ലൊരു പങ്ക് ചെറുപ്പക്കാരാണ്. ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ. അപ്പോ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമാണത്. AI ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അപകടങ്ങൾ ഇല്ലാതാക്കുക, അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ്. അപ്പൊ അമിത വേഗതയിലൊക്കെ പോയാൽ ഫൈൻ വരും. അപ്പൊ ഈ ക്യാമറയൊക്കെ എല്ലായിടത്തും സ്ഥാപിക്കുമ്പോൾ അത് ഭയന്ന് വേഗതയൊക്കെ ഒന്ന് കുറയ്ക്കും. ആളുകളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാനല്ല. ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി വേഗത കുറച്ച് ആരും ഫൈൻ അടയ്ക്കരുത് എന്ന് വെച്ചാൽ ആരും അമിത വേഗതയിൽ പോകരുത്, എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം, ആരും അപകടത്തിൽ പെടരുത്, ആരും മരിക്കരുത്. അതാണ് ആരും മരിക്കരുത് എന്നാഗ്രഹിക്കുന്നതിനേക്കാൾ മഹത്തരമായ ഒരു മനുഷ്യത്വ സമീപനം പറയുന്നത്. അപ്പോഴാണ് അതിൽ അഴിമതി ആരോപിച്ച് കള്ളക്കേസ് കൊടുക്കാൻ പോവുക. എന്തൊരു ക്രൂരതയാണ് ഇത്! LDF-നെതിരായിട്ടുള്ളത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്കെതിരായ ഒരു നീക്കമാണ്, ഒരു നടപടിയാണ്. അതിനെയാണ് കോടതി പ്രഹരിച്ചത്. ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇതിനേക്കാൾ വലിയൊരു അപമാനം നേരിടാനില്ല. ആ കേസാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എടുത്ത് വലിച്ചിരുന്നത്. അപ്പോ ഒരു പരാജയം, തുടർ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു കേരളത്തിലെ ജനവിരുദ്ധ പ്രതിപക്ഷത്തിന്. 10 കൊല്ലം നീണ്ടുനിന്ന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി ഗൗരവമുള്ള ഒരു ആരോപണം, ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലും തെറ്റായതൊന്നും കേരളത്തിലെ LDF ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് നാം കാണേണ്ടത്. എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിൽ വെറുതെ വിടുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ വെറുതെ വിടുന്നു. അക്കാര്യത്തിൽ മാധ്യമങ്ങളോട് നമുക്ക് പരിഭവമില്ല. നിങ്ങൾ നിതാന്ത ജാഗ്രതയോടെ ഞങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു വരുന്നത്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കാനോ പ്രതിഷേധം സംഘടിപ്പിക്കാനോ കേരളത്തിലെ ഗവൺമെന്റിന്റെ മുൻപാകെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പുതിയ ഒരു നിർദ്ദേശം വെക്കാനോ ഒന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നേയില്ല. മറിച്ച് വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ആയുസ്സറുതിക്ക് മുൻപ് ഇനി ഒരിക്കലും കേരള നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് അധികാരത്തിന്റെ അകമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന തിരിച്ചറിവിൽ അധികാരം പിടിക്കാൻ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ അവലംബിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ
കോൺഗ്രസിന്റെ നേതൃത്വം എത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരിക എളുപ്പമല്ല എന്നുള്ളവരും കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം അറിയാം. നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. കഴിഞ്ഞ ദിവസം എന്തിനാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെ കോൺഗ്രസ് പുറത്താക്കിയോ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചോ എന്തോ അല്ലേ? പാലോട് രവി എന്താണ് അദ്ദേഹം ചെയ്യുന്ന തെറ്റ്? അദ്ദേഹത്തിന്റെ ഒരു ഫോൺ സംഭാഷണം ചോർന്നു. ഇപ്പൊ ഫോൺ സംഭാഷണങ്ങളുടെ കാലാണ്, ചോരുന്ന കാലമാണ്. പേടിക്കണ്ട, വേറൊന്നുമില്ല. അപ്പൊ ഈ സംഭാഷണത്തിൽ എന്താണ് പറയുന്നത്? ഈ സംഭാഷണത്തിൽ അദ്ദേഹം തന്റെ ഉറ്റ അനുയായിയായ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിനോട് സംസാരിക്കുന്നതാണ്. ആ സംസാരം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിലും LDF തന്നെ ജയിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. LDF തന്നെ ജയിക്കും. കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം ഒരു വിശേഷണം നടത്തുന്നുണ്ട് ടെലിഫോൺ സംഭാഷണത്തിൽ. കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എടുക്കാച്ചരക്കായി തീരും. ആരാ പറയുന്നത്? DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റിനോടോ മറ്റോ ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാണ്, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ വരും, 3ാം വട്ടവും ഇവര് തന്നെ വരും, കോൺഗ്രസ് എടുക്കാച്ചരക്കായി തീരും. ഇതാണ് നാടിന്റെ സ്ഥിതി. പറഞ്ഞത് DCC പ്രസിഡന്റ്. അദ്ദേഹത്തെ പുറത്താക്കിയാൽ പ്രശ്നം തീരും. ഉടനെ അദ്ദേഹത്തെ പുറത്താക്കി. സത്യം പറയുന്നവർക്ക് ഇപ്പോ കോൺഗ്രസിൽ സ്ഥാനമില്ല, എല്ലാവരെയും പുറത്താക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സത്യമല്ലാതായി മാറില്ല. ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് കോൺഗ്രസിലെ മാന്യന്മാരായ ചിലർക്ക് സംശയം തോന്നുന്നു, മാന്യന്മാരോ കോൺഗ്രസിലോ? അങ്ങനെ കണ്ട കോൺഗ്രസിലും മാന്യന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. നമ്മുടെ എത്ര സ്നേഹിതന്മാർ കോൺഗ്രസ്. ഇപ്പൊ തറവൂരുള്ള കോൺഗ്രസുകാരെല്ലാം മാന്യന്മാരല്ല നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ചില രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി, പല പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി പലരും നിൽക്കുന്നുണ്ടാവും. എന്നാലും ഗാന്ധിയൻ മൂല്യങ്ങളിലൊക്കെ ഇപ്പോഴും മുറുകെ പിടിക്കുന്ന അന്തസ്സുള്ള മാന്യതയുള്ള കോൺഗ്രസുകാർക്ക് ഇപ്പോഴും ഉണ്ട്. വളരെ കുറവായിരിക്കും, എന്നാലും നിങ്ങൾ തെരഞ്ഞു നോക്ക്, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മാന്യന്മാരായ കോൺഗ്രസുകാർ ഇനിയും കോൺഗ്രസിന്റെ തന്നെ കൊടിക്കീഴിൽ നിൽക്കണോ എന്നാലോചിക്കുന്ന ഒരു കാലമാണിത്. ഒരു സംശയവും വേണ്ട. എല്ലാ മാന്യന്മാരായ കോൺഗ്രസുകാർക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിലേക്ക് കടന്നു വരാം. അവർക്കെല്ലാം സ്വാഗതം. നമുക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാം. ചില ആളുകൾക്ക് അതിന് തയ്യാറാകാതിരിക്കും, അവരോടും വിരോധമൊന്നുമില്ല. അങ്ങനെയുള്ളവർ അവസരം കാത്ത് വേറെ പല വഴിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം MP കുറിച്ച് എന്താണ് കേൾക്കുന്നത്? അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിലുണ്ടോ? തുറവൂരിലെ കോൺഗ്രസുകാരോട് ഞാൻ സംശയം ചോദിക്കുക. തിരുവനന്തപുരം MP നിങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന വിശ്വപൗരൻ എന്നാണ്. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിലുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ആർക്കെങ്കിലും എന്താ നമ്മൾ കേൾക്കുന്നത്? അദ്ദേഹം പകുതി കോൺഗ്രസിലും പകുതി, ഞാൻ എന്റെ വായ കൊണ്ട് BJP എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെയാണിപ്പോ പൊതുവിൽ ആളുകൾ വിലയിരുത്തുന്നത്. ഇത്ര ഗതികെട്ട ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എങ്ങനെ എത്തി? കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളിൽ ആത്മാർത്ഥത പുലർത്താത്തിടത്തോളം കാലം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കോൺഗ്രസിനാവില്ല. അപ്പോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പാലോട് രവി പറഞ്ഞതുപോലെയാകും എന്ന ഭീതി കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എത്ര അപകടകരമായ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലാണ്. എന്താ അപകടം? എല്ലാത്തരം വർഗീയവാദികളെയും ഒരുമിച്ച് നിർത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാ വർഗീയവാദികളും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി, LDFന്റെ ഇപ്പോഴത്തെ രൂപമായ SDPI, ഏറ്റവും കടുത്ത വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ. ഈ രണ്ട് വിഭാഗങ്ങളെ UDFന്റെ ഭാഗമാക്കി മാറ്റാനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും കടുത്ത വർഗീയ നിലപാട്, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത നിലപാട് ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു വിഭാഗമാണത്. അവരുടെ സ്ഥാപകൻ ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് പാകിസ്ഥാനിൽ മതരാഷ്ട്രവാദമായിരുന്നു നിലപാട്. മതരാഷ്ട്രവാദം. RSSന്റെ നിലപാട് എന്താണ്? മതരാഷ്ട്രവാദം. രണ്ടും മതരാഷ്ട്രവാദികളാണ്. അപ്പൊ RSSന്റെ മതരാഷ്ട്രവാദത്തോട് മൗദൂദി വിയോജിച്ചിട്ടില്ല. മതരാഷ്ട്രവാദ നിലപാടുകളൊപ്പം തന്നെയാണ് വന്നിരുന്നത്. ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുകയായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ സർക്കാർ ജോലി സ്വീകരിക്കുകയായിരുന്നില്ല. അത് അവരുടെ നിലപാടിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായിരുന്നു.
അവർ വോട്ട് ചെയ്യുമായിരുന്നില്ല, വോട്ട് രേഖപ്പെടുത്തുമായിരുന്നില്ല. ഏറ്റവും സങ്കുചിതമായ മതരാഷ്ട്ര നിലപാട് തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കൂട്ടരാണവർ. പിന്നീട് അവർക്ക് കുറെ മാറ്റം വന്നു, അത് നല്ല കാര്യം. വോട്ട് ചെയ്യാനൊക്കെ തുടങ്ങി, സർക്കാർ ജോലി സ്വീകരിക്കാനും തുടങ്ങി. വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ആളെ നോക്കി വോട്ട് ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന 140 മണ്ഡലങ്ങൾ നോക്കി കുറെ മണ്ഡലങ്ങൾ അവർക്ക് ഇവർക്ക് നമുക്ക് പറഞ്ഞ് വോട്ട് ചെയ്യും. അപ്പൊ ചില മണ്ഡലങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മളൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം അരാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോ അവര് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം. എന്താ നിലപാട്? അത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചു, UDF-നെ പിന്തുണച്ചു. എല്ലാ മണ്ഡലത്തിലും അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ആ രാഷ്ട്രീയ പാർട്ടിയെ UDF-ൽ അംഗമാക്കണം എന്ന അപേക്ഷ നൽകി കാത്തിരിക്കുന്നുവെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കേൾക്കുന്നത് UDF-ലെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായി എടുക്കും. നമ്മളതൊന്നും കേട്ടിട്ടില്ല. ഇനി ഫുൾ ഘടകകക്ഷിയായില്ലെങ്കിലും വേണ്ടില്ല, ഒരു അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ് അത് മതി എന്നാണ് പറഞ്ഞത്. ആ തണലിൽ SDPI കൂടി എടുക്കാനാണ്. UDF എന്നാൽ കടുത്ത ഇസ്ലാമിക വർഗീയതയുടെ സംഘടനാ രൂപമായ ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും ലീഗിനോടൊപ്പം നിർത്തി അംഗങ്ങളാക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്തോ RSS-ഉമായും നീക്കുപോക്കുണ്ടാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണെന്ന് മുൻപേ തെളിയിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ആ ചരിത്രമാകെ ഇവിടെ വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ള രാഷ്ട്രീയ ബാന്ധവമാണ്. വടകരയും ബേപ്പൂരും ഒക്കെ നമ്മുടെ ഓർമ്മകളായി നമ്മുടെ തൊട്ടുമുമ്പിലും. ഒരു കാലത്ത് കാസർകോട്ട് നമ്മുടെ നേതാവായിരുന്ന രാമണ്ണറയ്ക്കെതിരെ മത്സരിച്ചത്, കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നമ്മുടെ O രാജഗോപാലായിരുന്നു. എത്രയെത്ര അനുഭവം. EMS-നെതിരെ 1960 തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ജനസംഘവും കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത്. സംയുക്ത സ്ഥാനാർത്ഥി 1960-ലാണ് RSS ആദ്യമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന്റെ പേരിൽ മത്സരിക്കുന്നത്. 57-ലെ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചിട്ടുണ്ട്. 60-ൽ ആദ്യമായി മത്സരിക്കുക. ആകെ 4 മണ്ഡലത്തിലെ മത്സരിച്ചിട്ടുള്ളൂ. 4 സ്ഥാനാർത്ഥി പിച്ച വെച്ച് തുടങ്ങുന്നേയുള്ളൂ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി ദീനദയാൽ ഉപാധ്യായ നേരിട്ട് കേരളത്തിൽ വന്നു. 4 സ്ഥാനാർത്ഥികളിൽ ഒന്ന് പട്ടാമ്പിയിലാണ്, പാലക്കാട്. മാധവ് മേനോൻ അതാണ് അവരുടെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പ്രചരണം ആരംഭിച്ചു. പ്രചരണം ഒരു ഘട്ടം പിന്നിട്ടു. അവിടെ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. വിമോചന സമരാനന്തരം കേരളം കണ്ട തെരഞ്ഞെടുപ്പ്. RSS കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തിൽ പങ്കാളിയാകുന്നത് വിമോചന സമരത്തിലാണ്. അങ്കമാലിയിലുള്ളവർക്ക് വിമോചന സമരത്തിന്റെ മറ്റൊരു മുഖമായിരിക്കും ഓർമ്മയുണ്ടാവുക. എന്നാൽ ആ വിമോചന സമരത്തിന് പിന്തുണ കൊടുത്തവരിൽ ഒരു വിഭാഗം RSS ആണ്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് 60-ലെ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയായിരുന്ന EMS മത്സരിക്കുന്നത് പട്ടാമ്പി. അപ്പോ ആദ്യമായി ജനസംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു 4 സ്ഥാനാർത്ഥികൾ. അത് ഒന്ന് കോഴിക്കോട്, ഒന്ന് അണ്ടത്തോട്, ഒന്ന് ഗുരുവായൂര്, ഒന്ന് പട്ടാമ്പി. പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥിയെ ദീനദയാൽ ഉപാധ്യായ തന്നെ വന്ന് പ്രഖ്യാപിക്കും. പ്രചരണം തുടങ്ങും. ആ സമയത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് കാണുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെയും ഞങ്ങളുടെയും ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാണ്. എന്താണ്? EMS-നെ തോൽപ്പിക്കലാണ്. അപ്പൊ പിന്നെ നമ്മൾ രണ്ടായി മത്സരിച്ചിട്ട് EMS-നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് EMS-നെ തോൽപ്പിക്കുന്നതല്ലേ. ദീനദയാൽ ഉപാധ്യായക്ക് ആ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസിന്റെ അവിടുത്തെ പൊതുകാര്യ പ്രസക്തനായ വ്യക്തി A രാഘവൻ നായരെ സംയുക്ത സ്ഥാനാർത്ഥിയായി. അങ്ങനെയാണ് EMS-നെ തോൽപ്പിക്കാൻ നോക്കിയത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, ജനസംഘത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ
കോൺഗ്രസിനോട് കൈകോർത്ത് EMSനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം. പിന്നീട് 71 തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട്ട് AKGയെ തോൽപ്പിക്കാൻ കോൺഗ്രസും ജനസംഘവും കൈകോർത്തത്. അന്ന് RSSന്റെ ജില്ലാ കാര്യവാഹകനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, സംയുക്ത സ്ഥാനം. ഇങ്ങനെ എല്ലാമുള്ള അനുഭവം കേരളത്തിലുണ്ട്. ആ അനുഭവങ്ങൾക്കൊരു തുടർച്ച തേടുന്നു. ഇപ്പോ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലയിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വമായി നിൽക്കുന്നത് കോൺഗ്രസാണ് പാർലമെന്റ്. പക്ഷേ അമിത്ഷയ്ക്കും മോഡിക്കും ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കേണ്ട രാഷ്ട്രീയം അവർ പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ്. എന്തുകൊണ്ടാണ് പാർലമെന്റിൽ വിരലിലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമുള്ള ഇടതുപക്ഷത്തെ CPIMനെ ഇത്ര വലിയ വെല്ലുവിളിയായി ഭീഷണിയായി കണക്കാക്കുന്നു? അതാണ് ആശയപരമായ ശത്രുത. അവർക്കറിയാം പാർലമെന്റിലെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല രാഷ്ട്രീയമായ വെല്ലുവിളി ഉയർന്നു വരിക. അതുകൊണ്ട് ഈ കനലൊരു തരിമതി എന്നൊക്കെ പറയുന്ന ആലങ്കാരികമായി പറയുന്നതല്ല. ഒരൊറ്റ MP ആണ് പാർലമെന്റിലുള്ളതെങ്കിലും ആ ഒരാൾ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും ആ ഒരാൾക്ക് പ്രതിരോധത്തിന്റെ അഗ്നി പടർത്താനാവുമെന്നും നന്നായി ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ശത്രുക്കളുടെ പട്ടികയിൽ ഒന്നായി കമ്മ്യൂണിസ്റ്റുകാരെ ഗോൾവാൾക്കർ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ കേരളത്തിൽ RSSുമായി ചില നീക്കുപോക്കുകൾ മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ നടത്തിക്കൊണ്ടായാലും അടുത്ത തവണ അധികാരത്തിൽ വരണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഒരു നേതാവിനെ ക്ഷണിക്കാൻ RSS ആലോചിച്ചപ്പോ ആദ്യം വന്ന പേര് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പേരാണ്. ഒരു മടിയുണ്ടായില്ലല്ലോ അദ്ദേഹത്തിന് ആ ക്ഷണം സ്വീകരിക്കാൻ. ഗോൾവാൾക്കറുടെ ചില്ലിട്ട ചിത്രത്തിന്റെ താഴെ നമ്രശിരസ്കരായി നിന്ന് നിലവിളക്ക് കൊളുത്താൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല. RSSന്റെ വേദിയിൽ കടന്നില്ല. അതേസമയം പാർട്ടി കോൺഗ്രസിന്റെ സെമിനാർ എന്ന് പറഞ്ഞാൽ വിവിധ ആശയഗതികളുള്ളവരല്ലേ സെമിനാറിൽ പ്രസംഗിക്കുക. ആ സെമിനാറിൽ ക്ഷണിച്ചതിനാണ് പലതവണ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗവും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള KV തോമസ് മാഷ് കോൺഗ്രസിന് അനഭിമതനായി മാറിയത്. CPIM നേതൃത്വം കൊടുക്കുന്നതാണെങ്കിൽ സെമിനാറിൽ പോലും ഒരു കോൺഗ്രസ് നേതാവ് പ്രസംഗിക്കാൻ പാടില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സംഘവും എടുത്തത്. എന്നാൽ RSS ആണെങ്കിലോ സെമിനാറൊന്നും ആവണ്ട, ജന്മശതാബ്ദി ആഘോഷം, അതും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ ജന്മശതാബ്ദി ആഘോഷം. ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമെന്ന് എഴുതി വെച്ച, വിചാരധാരയിൽ എഴുതി വെച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ ജന്മശതാബ്ദി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളോട് നടത്തിയ ഒരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയവും വിലമതിക്കാനാവാത്ത ആരോഗ്യവും പാഴാക്കി കളയരുത്. മറിച്ച് നിങ്ങളുടെ ആരോഗ്യവും സമയവും ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായ സമരത്തിൽ വിനിയോഗിക്കുവിൻ എന്ന് എഴുതി വെച്ച ആളാണ് ഈ പറഞ്ഞ ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പോകാം എന്നും തീരുമാനിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കൈവിട്ടുപോയ അധികാരം RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ചുമലിൽ കൈയിട്ട് നിന്നുകൊണ്ടാണെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ളത്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ്. ഇരു വർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഒപ്പം ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണയോടെ എല്ലാവരെയും ചേർത്ത് ഒരു അന്തിമ കളി കളിച്ചു നോക്കാം. കേരളത്തിൽ അധികാരം പിടിക്കാനാവുമോ എന്ന് ഈ മൂന്നാം ഊഴത്തിലെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാണ് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. AP-യുടെ മരണമില്ലാത്ത ഓർമ്മകൾ ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്ന ഈ വേളയിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞ, ഈ കേരളത്തെ ഇനി ഒരിക്കലും ഒരു കാലത്തും കേരളത്തിന്റെ ശത്രുപക്ഷത്ത് വർഗീയവാദികളോടൊപ്പം
അണിനിരന്നിട്ടുള്ള കോൺഗ്രസിന്റെ അവിശുദ്ധ സഖ്യത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന പ്രതിജ്ഞയാണ് ഈ ഘട്ടത്തിൽ നാം എടുക്കേണ്ടത്. ഓരോ ഇടതുപക്ഷ പ്രവർത്തകന്റെയും ഉള്ളിൽ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുവോളം കാലം നാം എപിയുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് വാക്കുകൊടുക്കുന്നു. ഞങ്ങളിൽ ജീവന്റെ തുടിപ്പുള്ളിടത്തോളം കാലം ഈ നാടിനെ വർഗീയ സഖ്യത്തിന്, വലതുപക്ഷ വർഗീയ സഖ്യത്തിന് അടിയറ വയ്ക്കില്ല. മതനിരപേക്ഷതയുടെ പതാക പാറുന്ന നാടായി ഈ നാടിനെ നാം നിലനിർത്തും എന്ന പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കാനുള്ളത്. അതിന് എപിയുടെ ഓർമ്മകൾ കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ മെച്ചപ്പെട്ട ഒരു കേരളം സാധ്യമാക്കാൻ, എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഭഗീരഥ പരിശ്രമത്തിന്റെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയത്. ഇത് ആഗസ്റ്റ് 30, സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസം കൂടി കഴിഞ്ഞാൽ നവംബർ 1 കേരളപ്പിറവി ദിനം മഹത്തായ ഒരു പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകും. ആ പ്രഖ്യാപനം മറ്റൊന്നുമല്ല, അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോകും. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പട്ടിണി പ്രശ്നങ്ങൾ. പട്ടിണി കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഇനി ആരെങ്കിലും പട്ടിണിക്കാരുണ്ടോ എന്നൊരു സർവേ നമ്മൾ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു വളരെ കുറച്ചും, എന്ന് വെച്ചാൽ ഏകദേശം ഒരു 60,000 പേര്. കുറച്ചെന്ന് പറഞ്ഞാൽ അത്രയും വരും. ഈ 3.5 കോടി മനുഷ്യർക്കിടയിൽ ഒരു 10-60,000 പേർ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ അടുത്തുണ്ടാവും, ചിലപ്പോൾ നമ്മൾ നോക്കിയാലേ മനസ്സിലാവും. വീട്ടിൽ കുടുംബനാഥൻ ചിലപ്പോൾ കിടപ്പ് രോഗിയായി മാറിയിട്ടുണ്ടാവും. അപ്പൊ വരുമാനം നിന്നു, അപ്പൊ ഒരു പ്രതിസന്ധിയായി. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ളത് നോക്കിയപ്പോ ഇത്രയുമാണുള്ളത്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോ കേരളത്തിലെ ഗവൺമെന്റ് മഹത്തായ ആ ചുവട് വയ്ക്കുകയാണ്. ഈ അതിദരിദ്രരെന്ന് നമ്മൾ കണ്ടെത്തിയ, പ്രത്യേക സർവേ നടത്തി കണ്ടെത്തിയ ഇത്രയും പേര് കേരളം ദത്തെടുക്കണം എന്ന് വെച്ചാൽ അവരുടെ ജീവിതം മെച്ചപ്പെട്ട നിലയിലാക്കാൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ഉറപ്പുവരുത്താനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുക. അപ്പോ ഇനി ആർക്കും അത്തരം ജീവിത വ്യഥകൾ അനുഭവിക്കേണ്ടി വരില്ല. അവരെ വിധിക്ക് വിട്ടുകൊടുക്കില്ല. അവർക്കൊരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്താൻ സർക്കാർ സഹായിക്കുന്ന പദ്ധതിയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായ പ്രഖ്യാപനം നടക്കാൻ പോകും. അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിദരിദ്രരില്ലാത്ത നാടായി അമേരിക്ക മാറിയിട്ടില്ല. ഇപ്പോഴും അമേരിക്കയിൽ യാചകരുണ്ട്, നിരക്ഷരരുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരും വലിയ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതെന്തുകൊണ്ടാണ്? അതാണ് മുതലാളിത്തത്തിന്റെ പ്രശ്നം. മുതലാളിത്തത്തെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? മുതലാളിത്തം ലാഭത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നു. മുതലാളിത്തം അമിതമായ ലാഭത്തെ സ്വപ്നം കാണുന്നു. ആ ലാഭത്തിന് ആശ്രയിക്കുന്നത് ചൂഷണമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, IMF-ന്റെയൊക്കെ വായ്പകൾ വാങ്ങുന്നതിനെതിരായ സമരം ഇന്ത്യയിൽ ഉയർന്നു വന്നപ്പോ വ്യവസ്ഥകളാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ആ വ്യവസ്ഥകൾ ഒന്നെന്തായിരുന്നു? പ്രത്യുൽപാദനക്ഷമമല്ലാത്ത പദ്ധതികൾക്ക് സർക്കാർ പണം ചെലവഴിക്കരുത് എന്ന് വെച്ചാൽ, ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് ലാഭം എന്ന് നോക്കണം. സൗജന്യ വിദ്യാഭ്യാസം വേണ്ട, കാരണം ലാഭമില്ല. സൗജന്യ ചികിത്സ വേണ്ട, കാരണം ലാഭവുമില്ല. ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നയങ്ങൾ ആവിഷ്കരിക്കുക അതാണ്. അപ്പോ പെരുമാധാരമായ മനുഷ്യർ അമേരിക്കയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോ അമേരിക്കൻ സർക്കാർ വിചാരിച്ചാൽ അത് പരിഹരിക്കാൻ പറ്റും. പക്ഷെ വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ലാഭമൊന്നുമില്ല. അതുകൊണ്ട് അവർ മത്സരിച്ച് വളർന്നു വരട്ടെ എന്ന് ചിന്തിക്കും. എന്നാൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു രാജ്യമായി ഇപ്പോ 2025 ലോകത്തിന്റെ മുൻപിൽ ചൈന നിൽക്കുന്നു. അതുകൊണ്ടാണ് ചൈന ഉയർത്തിപ്പിടിക്കുന്നത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ്. അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്നത് മുതലാളിത്ത കാഴ്ചപ്പാടാണ്. മുതലാളിത്തം എത്ര വളർന്നു വികസിച്ചാലും, ലോകത്തിന്റെ നെറുകയിലെത്തിയാലും, അങ്ങനെ എത്തിയ ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെ എത്തിയാലും അവരെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ ദുരിതം അവശേഷിക്കും, ബാക്കി നിൽക്കും. അത് പരിഹരിക്കാൻ മുതലാളിത്തത്തിൽ ഒരു വഴിയുമില്ല. കാരണം അത് ലാഭത്തെ മാത്രം സ്വപ്നം കാണുന്നു. എന്നാൽ സോഷ്യലിസം
എല്ലാവരോടും നീതി ചെയ്യുന്നത്, പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് സോഷ്യലിസ്റ്റുകൾ കണക്കാക്കുന്നതുകൊണ്ടാണ്. ഞാൻ സാന്ദർഭികമായി അമേരിക്കയുടെ ചൈനയുടെ ഉദാഹരണം എടുത്തുവന്നേ ഉള്ളൂ. പക്ഷെ ആ ചരിത്രത്തിലെ മഹാപ്രഖ്യാപനത്തിന് ഈ നവംബർ 1 കേരളം സാക്ഷ്യം വഹിക്കാൻ മലയാളിയായ ഒരു മനുഷ്യനും വിശന്നിരിക്കേണ്ടി വരാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറണം. ഇന്ത്യയിൽ ഇങ്ങനത്തെ കേരളമേ ഉള്ളൂ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ അവസരം. കഥയുടെ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ പേരെന്താ മറ്റും പറയാം. നിങ്ങൾ ആലോചിക്കുകയാണ്, നിങ്ങളുടെ കുറ്റമല്ല. പ്രസിഡന്റിനൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ അത്ര വിലയുള്ളൂ. നമ്മളുണ്ടൊക്കെ കുഴപ്പമില്ല. പ്രസിഡന്റിനൊക്കെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ആ വിലയെ കൊടുത്തിട്ടുള്ളൂ, ആ നിലയിലേ നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ പേര് പോലും ഇപ്പോ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരില്ല. മഹാരഥന്മാരിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പോലെ അങ്ങനെ എത്ര വലിയ മനുഷ്യരിരുന്ന ഒരു കസേരയാണ്. പക്ഷെ ഇവിടെ ഇപ്പോ പ്രധാനമന്ത്രിയെ കണ്ട പ്രസിഡന്റ് ഞെട്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അങ്ങനെയൊക്കെ ആയിപ്പോയി. പോട്ടെ, പറഞ്ഞു വന്നത് ദ്രൗപദി മുർമുവാണ് നമ്മുടെ പ്രസിഡന്റ്. നമുക്ക് ആദരവേ ഉണ്ട്. ദ്രൗപദി മുർമു പ്രസിഡന്റാകാൻ പോകുന്നു. ആ ഒരു ഘട്ടം വന്നപ്പോൾ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ ഒരു വാർത്ത വന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു ആ വാർത്ത. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: നാടിന്റെ വെളിച്ചമായി ദ്രൗപദി മുർമു. അപ്പൊ ഞാൻ ആദ്യം കരുതി ഇപ്പൊ ഈ പത്രങ്ങളുടെ ഒക്കെ തലക്കെട്ടുകൾ തയ്യാറാക്കുക കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെയാണ്, തിരി മസാലയൊക്കെ തേച്ചിട്ടാണ്. അപ്പൊ ഞാൻ കരുതി ആലങ്കാരികമായ ഒരു പ്രയോഗമായിരുന്നു. കാരണം ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ഒരാൾ പ്രസിഡന്റായി വരുന്നു. മുമ്പ് വന്നിട്ടുണ്ട്, പുതിയ കാര്യമാണ്. പ്രസിഡന്റായി വരുന്നു. അപ്പോ ആലങ്കാരികമായി ലേഖകരൊന്ന് പൊലിപ്പിച്ചെഴുതിയായിരിക്കും നാടിന്റെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞു. നല്ല പ്രയോഗമാണ്. വാർത്ത വായിച്ചപ്പോ അതല്ല കാര്യം. പിന്നെന്താണ് കാര്യം? ദ്രൗപദി മുർമുവിന്റെ ഗ്രാമത്തിൽ കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പൊ അവിടെ നിന്ന് ഒരാൾ പ്രസിഡന്റായി വന്നു. അപ്പൊ ഈ പ്രസിഡന്റൊക്കെ ആയി വരുമ്പോ പ്രത്യേക പരിഗണന കൊടുക്കും അവരുടെ ജന്മനാടിനൊക്കെ. ഇപ്പൊ തുറവൂര് നാളെ പ്രസിഡന്റ് വന്നാൽ ഇവിടെ വല്ല റോഡൊക്കെ മോശമായി കിടന്നാൽ പെട്ടെന്ന് അതിന്റെ എമർജൻസി ഫണ്ടൊക്കെ എടുക്കും. പെട്ടെന്ന് അതൊക്കെ ഒന്ന് ശരിയാക്കിയിടും. അപ്പൊ ഇവര് പ്രസിഡന്റായി വന്നപ്പോ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു എന്തായാലും പ്രസിഡന്റൊക്കെ വന്നല്ലേ അവിടേക്ക് വൈദ്യുതി കൊടുക്കാം എന്ന് കരുതി. അപ്പൊ ആ ഗ്രാമത്തിലൂടെ ആദ്യമായിട്ട് വൈദ്യുതി ലൈൻ വലിച്ചു. അപ്പൊ അതുവരെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇലക്ട്രിക് ബൾബ് കണ്ടിട്ടില്ല. ഈ കരണ്ട് എന്ന് പറയുന്ന സാധനം കമ്പിയിലൂടെ സഞ്ചരിക്കുന്നതാണെന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നാട്ടിലാകെ ഇതൊരു വലിയ ഉത്സവമായി. അപ്പൊ ആളുകൾക്ക് വലിയ അത്ഭുതമായി. അങ്ങനെ ആദ്യമായി ആ ഗ്രാമത്തിൽ വൈദ്യുതി എത്തി. അതാണ് മാതൃഭൂമി എഴുതിയത് നാടിന്റെ വെളിച്ചമായി മുർമു എന്ന് പറഞ്ഞാൽ മുർമു കാരണമാണല്ലോ ഈ വെളിച്ചം ഉണ്ടായത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രാജ്യത്തെ പല പ്രദേശങ്ങളുടെയും സ്ഥിതി ഇങ്ങനെയാണ്. കേരളം പോലെയല്ല. കേരളം ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ ആദ്യത്തെ സംസ്ഥാനമാണ്. അപ്പൊ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അങ്ങനെ സംസ്ഥാനം ഇല്ല, ആദ്യത്തെ തന്നെയാണ്. സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനം. പച്ചമലയാളം എല്ലാ വീട്ടിലും കക്കൂസുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യ അല്ല, കേരളം. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാം സംസ്ഥാനം. അതാണ് രാഹുൽ ഗാന്ധി ഒരു ജാഥ നടത്തിയില്ലേ, കാൽനടയായി ഒരു ജാഥ നടത്തി. ആ സമയത്ത് കേരള കൗമുദി പത്രത്തിൽ ഒരു വാർത്ത വന്നു. ജാഥ ഇങ്ങനെ നടന്നു വരുമ്പോ അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നി, സ്വാഭാവികം. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഈ കരിമ്പൂച്ചകളുണ്ട്, അംഗരക്ഷകരും അവരോട് പറഞ്ഞു. അപ്പൊ അംഗരക്ഷകർ ഇങ്ങനെ റോഡിന്റെ സൈഡിലുള്ള ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് ആ വീട്ടിലുകാരി അപ്പൊ മുറ്റത്ത് ജാഥ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ വീട്ടുകാരോട് ചോദിച്ചു, കക്കൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. കൗമുദിയിൽ വന്ന വാർത്തയാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയൊന്നുമല്ല. കൗമുദിയിലെ വാർത്തയുടെ തലക്കെട്ട് ഇപ്പൊ ഇങ്ങനെയായിരുന്നു. ഓൺലൈനിലുണ്ട്, പത്രത്തിൽ. കരിമ്പൂച്ച് ചോദിച്ചു, കക്കൂസ് ഉണ്ടോ? ഈ വീട്ടമ്മ പറഞ്ഞു ഉണ്ട്. അപ്പൊ ഇവര് നേരെ പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി അവിടെ വീട്ടിൽ പോയി. അപ്പൊ പത്രം ഇങ്ങനെ എഴുതി പൊലിപ്പിച്ചിരിക്കുകയാണ്. ഓടി വന്നു, കക്കൂസ് ഉണ്ടോ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു, എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ചോദിക്കും. കാരണം എന്താണ്? കരിമ്പൂച്ച വരുന്നത്, അംഗരക്ഷകം വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. അവിടെ 100 വീട്ടിൽ കയറി ചോദിക്കുമ്പോഴാണ് ഒരു വീട്ടിൽ കക്കൂസ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം കരുതി വഴികളെ ചോദിക്കാം. ആദ്യത്തെ വീട്ടിൽ കയറി ചോദിച്ചു, അപ്പൊ കക്കൂസ് ഉണ്ട്. അപ്പൊ ഇയാൾ വളരെ എക്സൈറ്റഡ് ആയി തിരിച്ചോടി ചെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, രാഹുൽജി യു ആർ എ ലക്കി മാൻ.
പഹേന്റെ വിചാരം ഈ ഒരു കേരളത്തിലെല്ലാ വീട്ടിലുമുള്ള ഡൽഹിയിൽ വന്നവരിതറിയില്ല. ആദ്യത്തെ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളം മാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഇപ്പോഴും പല പ്രദേശങ്ങളിലും കക്കൂസ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ലൈനാണ്, ട്രാക്കാണ്. കക്കൂസിൽ പോകാൻ സമയം നോക്കിയിട്ടാണ്. ട്രെയിനിന്റെ സമയം രാവിലെ 5 മണിക്കൊരു ട്രെയിൻ പോകും, തിരിച്ചൊരു ട്രെയിൻ 5:30 പോകും. അരമണിക്കൂർ നേരമാണ് ടോയ്ലറ്റിൽ പോകാനുള്ളത്. ഇതാണ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ. ഇവിടെ എല്ലാം നമ്മൾ വേറൊരു നാടാണ്. വേറൊരു നാടായി കേരളം മാറിയത് സ്വാഭാവികമായി വന്ന മാറ്റമല്ല, നമ്മൾ മാറ്റിയതാണ്, നമ്മൾ മാറ്റിയെടുത്തതാണ്. ആ മാറ്റം പാതി വഴിയിൽ നിന്നു പോകരുത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ആ മാറ്റം ഇനിയും തുടരണം. ലോകത്തിന് അഭിമാനമായി, ഇന്ത്യക്കും അഭിമാനമായി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ളവർ കേരളത്തെ ചൊല്ലി അഭിമാനിക്കട്ടെ, നല്ല കാര്യമാണ്. അതിന് ഇനിയും ഈ നാട് ഇപ്പോൾ പോകുന്ന ദിശയിൽ മുൻപോട്ട് പോകാൻ നല്ല രാഷ്ട്രീയ ജാഗ്രതയുള്ളവരായി എപിയുടെ ഓർമ്മകളെ, ഈ കാലത്തെ എല്ലാ തെറ്റായ പ്രചരണങ്ങളെയും നേരിടാനുള്ള ഇന്ധനമായി നമുക്കുള്ളിൽ സ്വീകരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.